ഈ മുഖമൊക്കെ ഇങ്ങനെ കെട്ടി വെച്ച് എങ്ങോട്ടേക്കാന്നിരിക്കില്ല. എൻ്റെ റിംഗ് ലൈറ്റിന് എന്താണെന്ന് അറിയില്ല. ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്, അത് വർക്ക് ചെയ്യണേ ഇല്ല. അപ്പോൾ എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി കൊണ്ടുവെക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഷാളോണ്ട് ഇങ്ങനെ ഫേസ് കവർ ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള സ്ഥലത്തേക്ക് പോകാൻ എന്തിനാ വെറുതെ സൺക്രീം ഒക്കെ യൂസ് ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ സ്കാർഫ് ഉണ്ടല്ലോ. അപ്പം നമ്മളങ്ങനെ കാര്യത്തിലേക്ക് വരാം കേട്ടോ. ഞാനങ്ങനെ റിംഗ് ലൈറ്റും കൊണ്ട് ഷോപ്പിലേക്ക് പോയപ്പോൾ ഷോപ്പിൽ ചെങ്ങായി എന്നോട് പറഞ്ഞു ഇപ്പം ശരിയാക്കി തരാം. അങ്ങനെ അവൻ്റെ നോട്ടും കളിയൊക്കെ കണ്ടപ്പോൾ ഞാനും വിചാരിച്ച് ഇപ്പം ശരിയാക്കി കയ്യിലങ്ങോട്ട് തിരിക്കുന്നു. അവസാനം അവൻ പറയണം അവനെ കൊണ്ട് കയ്യിലാന്ന്. എന്താല്ലേ പറ്റണ പണിക്കുന്ന പോലെ. അതിനുശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഷോപ്പിൽ കയറിയപ്പോൾ ചെങ്ങായിൻ്റെ കയ്യിൽ സാധനം മേടിച്ചിട്ടോ. ചെങ്ങായിനോട് പറയലും ചോദിക്കലൊന്നുമില്ല, എന്താ കംപ്ലൈൻറ്റ് തന്നു. ഓ അത് ശരിയാക്കി തന്നു. സ്വിച്ച് ഇട്ട് പോലെ സാധനം റെഡിയാക്കി തന്നിട്ടോ. ഇതാണ് പറയുന്നത്, പണി അറിയുന്ന ഒരു കൈ വെച്ച് കഴിഞ്ഞാൽ സാധനം റെഡിയാവും. അത് ഇനി കണ്ണന് പൂ മേടിക്കാൻ വേണ്ടി നേരെ പോയത് പൂപ്പീടിയിൽ അമ്മൂമ്മൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അമ്മൂമ്മൻ്റെ കുടുംബത്തിൽ ആരും മരിച്ചതിന് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ കണ്ട സന്തോഷം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പൂജത്തട്ടിലേക്കുള്ള ഫ്രൂട്ട്സ് എടുക്കാൻ പോയിട്ടോ. ദിവസം മേടിക്കണവരാകുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ തരൂല. ഇതിനെ കാണുമ്പോൾ ഫ്രൂട്ട്സിന്റെ റേറ്റ് കൂടുകയാണ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് കണ്ണന് ലഡ്ഡു മേടിക്കും. കണ്ണന് ഞാൻ ദിവസം മേടിക്കുന്ന ലഡ്ഡു അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറൊരു സാധനം മേടിച്ചിട്ടോ. അതിന്റെ പേരൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ സാധനം മേടിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ.